എല്ലാവർക്കും പറഞ്ഞ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം ഡ്യൂട്ട് തെഫ്റ്റ് വാർസ് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പുതിയ വീഡിയോ ഇടുന്നത്. എനിക്ക് എക്സാമൊക്കെ അങ്ങോട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ തന്നെ ഗൈസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക് ബട്ടണും കൂടെ അടിച്ചേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലോ ടൈം സ്പെഷ്യൽ ഐറ്റം അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ കളിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ തഗ്ഗിൻ്റെ കണ്ണാടിയൊക്കെ വെച്ചാണ് വിഷയം. ഓക്കെ, നമ്മൾ വലിയ ജിമ്മനൊക്കെയാണ്. പിന്നെ അല്ല ഗൈസ്, നമുക്ക് വേഗം പോകാം. ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഗെയിം ഓൾറെഡി കളിച്ചിട്ടുള്ളതാണ്. ടാക്സി, ഇവിടെ നമുക്ക് ടാക്സി ഉണ്ട്. ഇത് ഗൈസ് മറ്റേ ഹിൽ ക്ലൈമ്പിൻ്റെ പാട്ട്. എൻ്റെ മോനെ ടാക്സി സീൻ എടാ. ഇപ്പോൾ കുറച്ച് ഇതിട്ടുകൊണ്ട് വരും. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് എൻ്റെ മോനെ ഒരു രക്ഷമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്, ഈ വണ്ടി നമുക്ക് കൊണ്ട് വിൽക്കാം ഗൈസ്. പൈസ കിട്ടില്ല, ഇത് നമുക്ക് കുറച്ച് വിൽക്കാം. നമ്മൾ വിറ്റ്. അയ്യോ, നമ്മുടെ വണ്ടി പോയി. എത്ര പൈസ കിട്ടും അവിടെ ഗൈസ്? 41. കഷ്ടം. കോഴിവണ്ടി എടുത്തോണ്ടോ. നമ്മൾ ഇത് വിൽക്കുന്നില്ല, നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കുറച്ച് വലിയ വണ്ടി, നമ്മൾ ലോറിയൊക്കെ ഇനി വിൽക്കാൻ. അയ്യോ, ഈ കോഴി വണ്ടിക്കും തന്നെ വണ്ടിയാണ്. ലോറിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ വണ്ടി പറഞ്ഞു. അയ്യോ, ആ വണ്ടിക്ക് ഒരിക്കലും കിട്ടില്ല. ഈ ഡംബോവനൊക്കെ നിൽക്കടാ അവിടെ. നിന്നെ കയറി. ഓക്കെ, ഇനി നമുക്ക് നേരെ കൊണ്ട് വെക്കാം. ഇതിൻ്റെ അകത്തൊരു ആളുണ്ട്, പക്ഷെ ആളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് വെക്കാൻ പോവാം. പിന്നെ അല്ല, നമ്മളെവിടെ വെക്കണം, അങ്ങോട്ട് വിറ്റേ നമ്മൾ വണ്ടി വിറ്റേ. എത്ര കിട്ടുമോ നോക്കട്ടെ. അത്യാവശ്യം കുറച്ച് പൈസ കിട്ടിട്ടോ ഗൈസ്. നമ്മൾ ഈ വണ്ടിയൊക്കെ നമ്മൾ വിൽക്കുന്നത് എന്തിനാണ് അറിയാം. നമുക്കൊരു വലിയൊരു സീനൊരു വണ്ടി മേടിക്കണം. അവിടെ അങ്ങോട്ടൊരു ഗ്യാരേജ് ഉണ്ട്. അപ്പം അവിടെ കുറച്ച് പൈസ വേണം. മറ്റേ 1400 300 എത്രയൊക്കെ ഒരു ഡോളർ അത്രയും വേണം. അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ അപ്പം നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈ കിടക്കുന്ന വണ്ടിയും കൂടെ കൊണ്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി കയറി. അപ്പോൾ നമുക്ക് വേഗം കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി. ഇത് ചുരുങ്ങിട്ടിരിക്കണം ഓടിക്കണം. ശരി. എൻ്റെ പൊന്നെ, ഇപ്പോൾ ബൈക്ക് പിടിച്ചെന്നു ബൂസ്റ്റ് നമുക്ക് സ്പീഡ് ബൂസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് പൈസ കുറവാ, എന്നാലും സാരിൽ ഇത്രയും കിടിച്ചിലും പോട്ടെ. കിട്ടിയില്ലേ, സോറി. അപ്പോൾ പൈസ അത്യാവശ്യമൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. എവിടെ വണ്ടി കിട്ടാനുള്ള നല്ല സ്ഥലം നോക്കണമെങ്കിൽ കുറച്ച് വലിയ സീൻ സാധനമൊക്കെ കിട്ടണമെങ്കിൽ അതിപ്പോൾ ശരിയാകണം. നമുക്ക് കുറച്ച് അതിപ്പോൾ വെയിറ്റ്. നോക്കട്ടെ, ഇവിടെയൊക്കെ എവിടെയെങ്കിലും കാണും. ഇഷ്ടം പോലെ വണ്ടിയില്ല, വണ്ടിക്ക് ഒറ്റപ്പരി. നമുക്ക് ഇത് ഒരു ഹെലികോപ്റ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ വണ്ടി. അതേ ഒരു വാൻ. അയ്യോ, വാൻ നമ്മൾ നിർത്താൻ നോക്കിയത് അവൻ ഇടിച്ചിട്ടിട്ട് പോയി. നമ്മൾ ഇടിച്ചിട്ടാണ് അവനായി. പിന്നെ എന്താ നീ ഇത് നമുക്കറിയാൻ പറ്റില്ല. സോറി, സ്ലോയിൻ്റെ ഒരു ടൈം കിട്ടുന്നു. എനിക്ക് മണ്ടേ കയറണ അതാണ് പണി. മണ്ടേ കയറണമെങ്കിൽ ഏത് വഴിയാണോ കയറേണ്ടത്? ഫസ്റ്റ് ഈ വഴി അടച്ചേക്കണം. അപ്പോൾ നമ്മൾ മണ്ടേ എങ്ങനെ കയറൂടെ?
അതാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ മണ്ട കയറുന്നത് എങ്ങനെയാണോ? നമുക്ക് വണ്ടിയിലൊന്നും കയറണം. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വല്ല ഉള്ള വണ്ടി തപ്പാം. വൈക്കോലൊക്കെ വൈക്കോല് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ? വൈക്കോല് ഗ്രാബ് ചെയ്യാൻ പറ്റില്ല, സോറി. വൈക്കോല് എടുക്കാൻ പറ്റിയ നമുക്ക് സീനാണ്. കോല് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടാണ് കേട്ടോ വൈക്കോല് കള്ളൻ. പിന്നെ കൊന്നാല് ഓഫ് ഗൈസ്, എൻ്റെ പൈസ ഒന്നുമില്ല. നമ്മൾ പൈസക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പിന്നെ അല്ല, ലോസ്റ്റ് കോപ്സ് വണ്ടിയില്ല. ഇവിടെ ഗൈസ് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ അവസാനം വന്ന്. ഈ വണ്ടി കൊണ്ട് നമുക്ക് വിൽക്കാം, അത്രേ ഉള്ളൂ. വണ്ടി നമുക്ക് തൽക്കാലത്തേക്ക് കൊണ്ട് വെക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വേഗം പോവാം. എൻ്റെ ഒറ്റ കിട്ടില്ല. എൻ്റെ വണ്ടിയെല്ലാം ഇടിച്ച് പൊട്ടിക്കുന്നു. വണ്ടിയെല്ലാം ഇടിച്ച് പൊട്ടിച്ചാൽ നമ്മൾ കയറ്റണം. പിന്നെ അല്ല, പൈസ കുറവാടേ, നഷ്ടമാ ഫുൾ. എന്ത് ചെയ്യാൻ? ഇച്ചിരി വലിയ വണ്ടി കിട്ടുവാണെന്ന് ഒരു കാര്യമല്ല. പോലീസുകാരുടെ വണ്ടിയും എടുത്തോണ്ട് പോലെ. പോലീസുകാരുടെ വണ്ടി നമുക്ക് എടുത്തോണ്ട് വിൽക്കാം. അപ്പോൾ പൈസ എത്ര കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് വേഗം പോകണം. ഇപ്പോൾ പോലീസുകാരെ, അപ്പം ഞാൻ അങ്ങോട്ട് വരുന്നേ. പോലീസുകാരുടെ മുമ്പിൽ ഇവനൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കണ ആരുടെ ഡാൻസ് കളിക്കണേ? പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇരുന്ന് ഡാൻസ് കളിക്കണം. മണ്ടേ ഹെലികോപ്റ്ററൊന്നും വേണ്ട, ഈ കാറ് വന്നു. നമുക്ക് കാറാണ് നമുക്ക് കൊണ്ടുവെക്കുന്നത്. മറ്റേ ഹെലികോപ്റ്റർ ഞാൻ നേരത്തെ എടുക്കാൻ ഉദ്ദേശിച്ചത്. മറ്റേ പറഞ്ഞിട്ട് എവിടെയെങ്കിലും അയ്യോ പിന്നെ അല്ല ആ പോലീസ് വണ്ടി അതിൻ്റെ വണ്ടിയിലൊക്കെ കിടക്കറിയുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ട് വിൽക്കാൻ പറ്റില്ലേ? ഇതിനെ കയറി വരട്ടെ. ഞാൻ സ്പീഡ് ബൂസ്റ്റ് ഇട്ട് കയറണമെന്ന് തോന്നുന്നു. ജസ്റ്റ് കയറി. പിന്നെ അല്ല, വിറ്റു. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പൈസ വീണ്ടും കുറവ്. അപ്പോൾ എന്തായി? രാത്രി ആവാറായി. വേറെ വണ്ടി ഏതാണുള്ളത്? ഇച്ചിരി വലിയ മുഴുത്ത വണ്ടിയാണ്. നമുക്ക് മാപ്പിൽ എനിക്ക് കുറച്ച് സ്ഥലം അറിയാം, അപ്പോൾ സ്ഥലത്തിലുണ്ടോ നോക്കട്ടെ. ഇപ്പം നോക്കണത് ഇവിടെ ഇല്ല. ഇതൊന്നല്ല. പിന്നെ വേറെ ഇവിടെ ഇട്ടുള്ള ഐലൻ്റൊക്കെ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതും ഐലൻ്റ് എവിടെയും വില്ലിട്ട് കഴിയുന്നത് ഇവിടെ ഇല്ല. ഇവിടെ ഒട്ടും കയറ്റില്ല. പിന്നെ ഇവിടെ ഇതെന്ത് സ്ഥലം നോക്കത്തില്ല. ക്യാപ്പാ ഒരൊറ്റയും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിരുന്നു. വണ്ടിയൊന്നുമില്ല, നമ്മൾ വലിയ നടക്കാറ്. എൻ്റെ മോനെ നമ്മുടെ കോഴിവണ്ടി. പിന്നെ അല്ല മോനെ, അവസാനം നമ്മുടെ കോഴിവണ്ടി തന്നെ രക്ഷിച്ചാൽ മതി. കോഴിവണ്ടി പൊട്ടിക്കാൻ പറ്റില്ലേ? അയ്യോ, സ്പീഡിൽ വന്നാൽ മാത്രം പൊട്ടിക്കാൻ പറ്റുമോ? കോഴിവണ്ടി കോഴിവണ്ടി എവിടെയാണോ സാധനം? ഇവിടെയാണോ ബിൽഡിങ്ങിലോ? ഈ വഴി പോകണം. അതെ, ആക്കണമെന്നില്ല. സ്പീഡ് ബസ് ട്രെയിനുമ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ അവൻ ഇടിച്ചു. പിന്നല്ല, ഇവിടെ ഇട്ടൊരു വണ്ടി ഉണ്ടല്ലോ. ഇവിടെ ഇട്ടൊരു ചെറിയ വണ്ടി കാണാൻ സാധ്യതയില്ല. ഒരു ചെറിയ വണ്ടി ഉണ്ട് ഇവിടെ. ഒരു വണ്ടി കിടക്കണം. ഇതേടെ നമ്മൾ മറ്റേ ടാക്സി. പിന്നെയല്ല മോനെ, ഇതാരും എൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ആരോഗ്യം ഇല്ലല്ലോ. നമുക്കപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിടാം, എന്നിട്ട് നമുക്ക് വേഗം പോകാം.
അപ്പോൾ എൻ്റെ അകത്ത് കയറിയിട്ട് എന്നാ പരിപാടി നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ അത് കയറാൻ സ്ഥലമില്ല. ഉണ്ടെന്ന് ഇവിടെ എന്നാണോ പരിപാടി? ഒന്നുമില്ലല്ലോ ഇവിടെ. ബാങ്കാണ് മണ്ടേ കയറാൻ പറ്റുമെൻ്റെ. ഇതാണ് ഡബിനോ? ആ എന്താണ് അതല്ല, അത് നമുക്ക് നമ്മളെ ടാക്സി മോൻ ഇതിനെ കൊണ്ട് വിൽക്കാം. ഇതാണല്ലോ ഇപ്പോൾ പ്രശ്നം. സ്ഥലമുണ്ട്, സ്ഥലം മാറ്റി. വിൽക്കുന്ന സ്ഥലം മറന്നു. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ലൊക്കേഷൻ ഇടാൻ പറ്റുമോ? ഞാൻ തോന്നുന്നില്ല. അപ്പോൾ ലൊക്കേഷൻ ഇടാൻ പറ്റില്ലേ? ഇതെന്താ ഇപ്പോൾ ലൊക്കേഷൻ ഇടാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങോട്ട് ഓടിക്കും. അങ്ങോട്ട് പോയി പറ്റില്ല. അങ്ങോട്ട് പോകേ പറ്റില്ല. ഡ്രിഫ്റ്റൊക്കെ അടിച്ച് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇവിടെയാണ് വെക്കേണ്ട സ്ഥലം. രാത്രി പ്രശ്നം. വണ്ടി വിറ്റു. ഫസ്റ്റ് മറ്റേ വണ്ടി പോലെ പറ്റാമെങ്കിൽ പൈസ കിട്ടിയേനെ. അറിയില്ല. അയ്യോ, ഇനി എവിടെ നിന്നാണോ വണ്ടി ഒപ്പിക്കണം? ഇനി വണ്ടി ഇല്ലല്ലോ എവിടെയും. വണ്ടി ഇപ്പോൾ വണ്ടി 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 ചേടാ. അതെ വണ്ടി 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 മുമ്പിൽ ചടിക്കുമോ? ചേടാ, ഇവിടെ വണ്ടി വരാൻ സാധ്യതയുണ്ടോ? നമ്മളിവിടെ നിന്ന വണ്ടിയൊന്നും വരില്ല. അല്ല വണ്ടിക്ക് ചോറ പറന്ന് പറഞ്ഞു. നമുക്ക് വണ്ടി പ്ലീസ്. അയ്യോ, ഒരു വണ്ടി പറഞ്ഞു. കാട്ടി കയറിക്കണേ. ഇപ്പൊ പറ്റിയ അവസരം നമുക്ക് വേഗം പോകണം. അതേ നേരെ നിൽക്കണം. ഇതെന്തുകൊണ്ടാ പോയി എന്താ പിന്നെ അകത്തോറി നമുക്ക് തന്നെ ഓടിക്കാൻ പറ്റില്ലേ? നമുക്ക് വേഗം പോകാം. എന്താ ആശുപത്രി കൊണ്ടാണ് നമ്മളത് വിൽക്കാൻ പോവാ. ശ്രദ്ധിച്ചു വരണം. ഒക്കെ വിറ്റു. പക്ഷെ എൻ്റെ പോലും ഇത്ര പൈസ കിട്ടില്ലേ? അമ്പോ, അപ്പോൾ പൈസ അപ്പോൾ നമ്മൾ മുമ്പേ വെട്ടിച്ചു പോയത്. ആ വണ്ടി കിട്ടിയെങ്കിൽ നന്നേനെ. ഞാൻ അവളെ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ വണ്ടി കിട്ടിയല്ലോ. ഇത് ഒരു ജിപ്സി പോണി. ജിപ്സിക്ക് വലിയ പൈസ ഒന്നും കിട്ടില്ലടാ. ലംബോർഗിനിയാണോ? ലംബോർഗിനി ആണെങ്കിൽ മോനെ ഗോളടിച്ചേ. ഒത്തുകൂടാ ലംബോർഗിനി. എൻ്റെ മോനെ, ബൈ ദിസ് കാർ ടു ഡ്രൈവ്. ബയ്യോ, വാങ്ങിക്കണം ഈ കാറ്. ഇത് എവിടുന്നായി പാർട്ടിയൊക്കെ ആയാലും ഇത് എൻ്റെ അടുത്തുനിന്ന്. ഇത് ജയിലല്ലേ ഇത്? അല്ലല്ലോ അല്ലേ, സോറി. പിന്നെ പ്ലേ ക്രോസി ബ്രേക്സ് ടുഡേ. പ്ലേ സോംബി ബ്രേക്ക് ഔട്ട് ടുഡേ. എന്താടേ ഇതൊക്കെ? ഇതെന്നാ ഔട്ട്ലെറ്റ്? ഇതന്നെ എന്നോട് ചോദിക്കണ്ടോ? എന്നോട് ചെയ്യേണ്ട നീ? ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടാണ്. ഞാൻ പോടാ നീ. അവനൊന്നും പറ്റിയില്ലേ? പോടാ എൻ്റെ മോനെ. പിന്നെ
ഡ്യൂഡ് തെഫ്റ്റ് വേറെ കളിക്കണം. ഇവിടെ നമ്മൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താ ഇവിടെ നമ്മളെന്തോ വലിയൊരു ഹിസ്റ്ററി പോലത്തെ എന്തോ സാധനം കാണുന്നത്. നോക്കട്ടെ, ഇവൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചെയ്ത് കാണുന്നത്. ഇതൊക്കെ എന്നെ എനിക്കറിയില്ല. മാറുന്നത് പോടാ, എനിക്ക് കളിക്കണം. ഇതെന്നാണ് എമ്പക്കും പറഞ്ഞു കേക്കോ, ആനിവേഴ്സറി കേക്കോ. എടാ അപ്പം നീ കഴിക്കാൻ വന്നാണ് ഇവിടെ. മിസ്സിങ് പീസ് ഓഫ് കേക്ക്. എൻ്റെ പോലെ നമ്മൾ കേക്ക് കണ്ടുപിടിക്കണം. ഞാനില്ല കേക്ക് കണ്ടുപിടിക്കാനില്ല. ഇങ്ങനെ മറ്റേ ഇപ്പോൾ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ചുമ്മാ കയറി. ഇപ്പോൾ കാറ് ഓടിക്കണമെങ്കിൽ ഫസ്റ്റ് കാറ് ഓടിക്കണമെങ്കിൽ ദേ ഒരു വണ്ടി വരുന്ന ഇടിക്കേ. ക്രൂരനാണ് ഇവൻ, ക്രൂരനാണ് നമ്മൾ, ക്രൂരനാണ് അവൻ, ക്രൂരനാണ് നമ്മൾ, ക്രൂരനല്ല നമ്മൾ നല്ലതാണ്. നമ്മൾ വലിയ നല്ല നമ്മൾ കാറൊക്കെ കൊണ്ട് വിൽക്കണം. അതാണ് നമ്മൾ. ഡ്യൂഡ്സോ എന്നെ പൈസ കുറവിടെ. അപ്പം ലംബോർഗിനി നമ്മൾ മേടിച്ചിട്ട് വിറ്റാലോ. എത്ര പൈസ കിട്ടും. ഇതെൻ്റെ അടക്കം വെച്ചിട്ടൊക്കെ കാണാതെ നമ്മളതിൽ പാട്ടിൻ്റെ പറഞ്ഞ പൈസ ഇത്ര ഉള്ളൂ. AK-47 ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണിയെന്ന് പറയുന്നത് ഇപ്പോൾ അത് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളതിൽ ഇത്രയും പൈസ ഉണ്ട്. നമ്മൾക്ക് ഒരു വണ്ടിയും കൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ കിടക്കണ ഒരു വണ്ടിയിൽ അത് വണ്ടി കൊണ്ട് പോകണം. ഇവിടെ കുറേ വണ്ടി വരുന്നുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഒരു വണ്ടി നമ്മൾ മോഷ്ടിക്കണം. നമ്മളപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു വണ്ടി വരുന്നു. അത് പോണ് ഇവിടെ ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടാ. ഇനി പറഞ്ഞിട്ട് ഞാൻ ഈ വണ്ടി മറ്റേ പൈസ ഉള്ള വണ്ടി കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട്. തിരിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു നോക്കട്ടെ. ഇതിപ്പോൾ തിരിഞ്ഞ് ഇവിടെ നമ്മുടെ അടുത്തോട്ട് തന്നെ വരുമെന്ന് തോന്നുന്നു. അറിയില്ല ഇങ്ങോട്ടൊന്നും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. തോക്കടിക്കുക ഇവിടെ. എൻ്റെ പൊന്നെ ഓടിക്കാറിയില്ല. അത് കുറച്ച് അമ്മാനുണ്ട്. നമ്മൾ നോക്കിയാണ് പറഞ്ഞേ. പിന്നെയല്ല ഇവിടെ കുറച്ച് വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ കുറച്ച് വണ്ടി ഉണ്ടല്ലോ. ശരിയല്ലേ, ഇവിടെ കുറച്ച് വണ്ടി ഉണ്ടല്ലോ. എന്നാലും വണ്ടി പറഞ്ഞ വണ്ടി ഏതാണോ മാറിയെന്നോ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ലേ അത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി പറ്റ പൈസ വണ്ടി. ഇതന്നെ ചൊഞ്ഞു വണ്ടി. എടുത്ത് നമ്മളെ മറ്റേ മിസ്റ്റർ വീനത്തെ ഒരു വണ്ടിയല്ലേ ഇത്. ഇനി ഇത് മിസ്റ്റർ വീൻ്റെ വണ്ടിയാണോ? ഇത് ജിപ്സി നമ്മൾ ജിപ്സി വെടിക്കണം. ജിപ്സി മോനെ ആ വണ്ടീനും വിളിച്ചിട്ട് ഇത് കാര്യമൊന്നുമില്ല. നമുക്ക് ഇനിയും പറഞ്ഞ വണ്ടീൻ്റെ മേത്തങ്ങ് ചാടിയിട്ട് നമ്മൾ ആ വണ്ടി നിൽക്കുക ചുമ്മാ തന്നെ. കുറച്ച് സമയം പോണ്. ഒരു വണ്ടിയും വരുന്നില്ല നമ്മൾ ഇവിടെ നോക്കുക. പറ വണ്ടി വരുന്നേർത്ത് മിസ്റ്റർ വീൻ്റെ ഈ വണ്ടി കൊണ്ട് വെക്കുക. ഇത് മിസ്റ്റർ വീൻ്റെ വണ്ടി തന്നെയാണ് പറയുക. അപ്പുറത്തും മിസ്റ്റർ വീൻ്റെ മറ്റേ ഒരു കാക്കും സീരീസ് ഉണ്ട്. അതിനകത്തുള്ള മിസ്റ്റർ വീൻ്റെ വണ്ടിയാണെന്ന് അറിയില്ല കേട്ടോ. അത് കൊള്ളാം. പൈസ വാൻ എൻ്റെ പൊന്നെ പൈസ വാൻ. അപ്പോൾ ഈ വഴി തന്നെ വരും. നമുക്കപ്പോൾ അങ്ങോട്ട് പോകണം. നമ്മളപ്പോൾ ഈ വഴി പോയാൽ പൈസ വാൻ പോയത് ഈ വഴിയാണ്. അപ്പോൾ അവൻ ഈ വഴി തിരിഞ്ഞിട്ട് ഈ വഴി ഇങ്ങനെ കറങ്ങി ഇവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കണം. അല്ല ഇവിടെ എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ മനസ്സിലാക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം.
പൈസ വാൻ നമ്മുടെ പൈസ വാൻ ഇങ്ങോട്ട് പോകണം. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അങ്ങനെയാണ് നടക്കേണ്ടത്. അറിയില്ല, ഉറപ്പില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ആയിരിക്കും, അറിയില്ല. നമുക്ക് ചുറ്റും നോക്കാം. പതിയാണ് പോകുന്നത്. നമുക്ക് വണ്ടി വരുമ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയും കൂടെ കൂട്ടിയിരിക്കുന്നത് ഇതാ. ശരിയാണോ മോനെ? മോനിപ്പോൾ അസി മോനെ പൊടിസി. അയ്യോ, വണ്ടി മാറിപ്പോയി കയറിയോ? വണ്ടി മാറിപ്പോയി കയറി മോനെ. പിന്നെയല്ല നമ്മളോടെ കളി. നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടാവുമല്ലോ. പിന്നെയല്ല നമ്മളോടെ കളി. ഇതിൻ്റെ അകത്ത് വണ്ടിയുണ്ട്. അയ്യോടാ, നമ്മൾ വലിയ വണ്ടത്തരം ചേർന്ന്. നമ്മൾ വിചാരിച്ചു അതിൻ്റെ അകത്ത് ആളില്ലാന്ന്. ഫസ്റ്റ് നമ്മളെ കൈ കിട്ടിയ വണ്ടി. ആ വണ്ടി പൊട്ടിക്കാനെങ്കിലും നോക്കണമെന്നു. ബൈക്കിൽ ആ ബോംബെങ്കിലും എടുത്തെറിയണം. അതൊക്കെ ഫസ്റ്റ് ഒന്നും നടന്നില്ല. അയ്യോ, പൈസ നമ്മൾ എറിഞ്ഞ് കളഞ്ഞേക്കുന്നത്. അതല്ല നമുക്കിപ്പോൾ വിളിച്ചു. ഈ വണ്ടി പിടിക്കണം നമുക്ക്. എടാ, അതിൻ്റെ അകത്ത് ആളുണ്ടാ. എന്തായാലും അയാൾ ഒരുപാട് ദൂരം പോകത്തില്ല. എന്തായാലും നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കുള്ളൂ. എൻ്റെ പൊന്നെ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വണ്ടി ഇരിക്കണം. ഫസ്റ്റ് വണ്ടിയും പോയി. എടാ, വണ്ടി ഇപ്പം എങ്ങോട്ടാ പോയി? ഇങ്ങോട്ടല്ലേ ദേ പോണ വണ്ടി. നമ്മുടെ കയ്യിൽ തന്നെ വരുമോ വണ്ടികൾ? അപ്പം തലക്കാലിക്ക് ഈ വണ്ടി കയറാം. പക്ഷേ വണ്ടി അപ്പം നിൽക്കുന്നുമില്ല ചുമ്മാ. അപ്പോൾ ഈ വണ്ടി കിടന്ന് അങ്ങനെ കാണിക്കണം. വേഗം കയറി പോകണം. എടാ, വണ്ടിയെങ്കിലും എന്താടാ, ലിഫ്റ്റെങ്കിലും എന്താടാ, പോടാ. എന്താ ഫസ്റ്റ്. അപ്പം അതിൻ്റെ പുറകെ വെച്ചുപിടിക്കാൻ പറ്റുമോ? ആടാ, പറ്റൂടാ. നമ്മുടെ കയ്യിൽ ഇരിക്കണ വേറൊരു ജാതി ഐറ്റാടാ മോനെ. കയറണം മോനെ. സ്പീഡ് ബൂസ്റ്ററും ഇട്ട് പോടാൻ നോക്കാം. വണ്ടിയൊന്നും നമുക്ക് ചീസി പിടിക്കണം. പിന്നെയല്ല ഈ കൈസ് ഇനി നിങ്ങളെ കാണാൻ പോകുന്ന ഒരു വലിയ ചേസിങ്ങാണ് കഴിച്ച്. ആ വണ്ടി ഇവിടെ പിന്നെ. അയ്യോ, ഇവിടെ ഇല്ല. സ്ഥലം മറക്കും. അയ്യോ, പോകേണ്ട സ്ഥലം മറക്കും. വണ്ടി തിരിച്ച് റോട്ടിൽ തന്നെ കയറ്റണം. നമുക്ക് വണ്ടി തന്നെ തിരിച്ച്. എന്തായാലും ഇവിടെ തന്നെ എത്തത്തുള്ളൂ. ഉറപ്പാ. പോകണം. മോനെ ഇനി എൻ്റെ അടുത്തോട്ട് കേട്ടോ. മോൻ എങ്ങോട്ട് പോകുന്നില്ല. ഇനി കയറ് കിട്ടിയില്ല എൻ്റെ. അതറിയാം, കയറ് കിട്ടിയില്ല. നേരടാ, കയറ് കിട്ടിയ വണ്ടിയുണ്ട്. ഈ വണ്ടി വിറ്റിട്ട് കുറച്ച് പൈസ ഇപ്പോൾ എനിക്ക് ഒരു 30 വലിയ വണ്ടിയാണ്. വണ്ടി ഇങ്ങനെ കളിയില്ല. ഡ്രിഫ്റ്റ് അടിക്കാൻ തുടങ്ങിപ്പോയി. അങ്ങനെ കളിയില്ല. എൻ്റെ വിറ്റൊക്കെ ഇങ്ങനെ കളിയില്ല. എൻ്റെ അടുത്തൊരു വലിയ ഒറ്റടിക്കണേനും പൈസ കിട്ടും. എൻ്റെ അകത്ത് ഓൾറെഡി ഒരു പൈസ ഉണ്ട്. അപ്പോൾ ആ മറ്റവനെ എടുത്താൽ കിട്ടും. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് വിറ്റ് പിന്നെ അല്ല അവൻ നമ്മളോട് കളിക്കണം. അയ്യോ, ഇത്ര കിട്ടിയുള്ളൂ. നല്ല അത്രയും കിട്ടിയില്ല ഗൈസ്. ഇനി നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു വണ്ടി വെച്ചിട്ട് കാറിൻ്റെ ഷോറൂമിൽ പോകണം. വണ്ടി ഇറക്കാൻ പറ്റി. അപ്പുറത്തെ വണ്ടി എടുക്കാം. ഇറക്കാൻ പറ്റും. അയ്യോടാ, ഈ വണ്ടി വിൽക്കാനല്ല ഞാൻ ഉദ്ദേശിച്ച. അയ്യോ, പോയി. $3 കിട്ടി. വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നീക്കി മണ്ട കയറ്റാൻ പറ്റുമെന്ന് നന്നായി.
ഈ വണ്ടി കൂടെ ഉള്ളു ഇനി. വാക്കടക്കട വെളിയിൽ പോയ വണ്ടിയൊന്നും എടുത്തോണ്ട് പോയി കൂടാന്ന്. ഇല്ല പിന്നെ ഇന്നാണ് കേസ് നമ്മൾ ചെയ്യണേ. ഇവിടെ ആയിട്ടൊരു കാറിൻ്റെ ഷോറൂമുണ്ട്. ഷോറൂം ഇപ്പോൾ കാണാനില്ല. ഈശ്വരാ, ഷോറൂം കഴിഞ്ഞാൽ നമുക്കുണ്ട് കാറിൻ്റെ ഷോറൂം. കുറേ വണ്ടിയുണ്ട് അവിടെ. എനിക്ക് പോയിട്ട് വണ്ടി മേടിക്കണം. പിന്നെ അത്ര കഷ്ടപ്പെട്ടിട്ട് കാറിൻ്റെ ഷോറൂമിന് വേണ്ടി ഷോറൂം ഇപ്പോൾ കാണാനില്ലേ? ഇതാ തോന്നുന്നു ഷോറൂം. പോയി നോക്കാം. ഇങ്ങോട്ടുണ്ട്. അവിടെ എവിടെ ആയിട്ടാണ് തോന്നുന്നത്. സിറ്റിയിൽ എവിടെ ആയിട്ടാണ്. പോകാൻ നമുക്ക് വലിയ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ നടന്നു കൊണ്ട് നമ്മൾ ഒരു വണ്ടി മേടിച്ച മോനെ എൻ്റെ മോനെ നമ്മൾ പിന്നെ ഇപ്പം പോയി മേടിക്കാൻ പോണ വണ്ടി പിന്നെ നമ്മൾ വിൽക്കത്തേ ഇല്ല. അത് ഉറപ്പാണ്. പിന്നെ ചിലപ്പോൾ വിൽക്കും. വലിയ സാമ്പത്തിക നഷ്ടം ഒന്നല്ല. അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഷോറൂം. സോറി മാർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോറൂം. മോൻ ഇത്രയും പൈസ മുടക്കി ഞാൻ ഇവിടെ വരാനാണ്. കണ്ടില്ലേ ഗൈസ് നിങ്ങൾ ഈ വണ്ടി? കോട്ടയം വണ്ടിയില്ലേ? കമ്പ ഈ 2000 ഒക്കെ ഈ വണ്ടിയൊന്നും വേണ്ട. നമുക്ക് റിയൽ മണി കൊടുക്കണം. ഇങ്ങനത്തെ എന്നെ പറ്റി ഇങ്ങനത്തെ വണ്ടി 99 പൈസ ഇല്ല. കുറച്ചും കൂടെ പൈസ വേണം. ഇതിനൊക്കെ 3000 അത്രയൊക്കെയാണ്. ഈ മിനി കൂപ്പർ അത്രയൊക്കെ വേണം. ഈ വണ്ടി 299 3000 രൂപ. കുറച്ചും കൂടെ മതി. മേടിച്ച പിന്നെ കുറച്ചും കൂടെ പൈസ ഞാൻ ഒരിക്കലും 4 മതിയെന്ന് ഗൈസ്. ഹോട്ടലോ വലിയ ബാങ്ക് റൂബറിയൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണും ഗൈസ്. ഞാൻ മടുത്ത് ഗൈസ്. അതിൻ്റെ അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് കാണും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി മേടിക്കില്ല. നമ്മളിപ്പോൾ ഈ വണ്ടി മേടിക്കണവരെ നമ്മൾ പാർട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ബൈ.